രാവിലെ തന്നെ എണീച്ചിട്ട് കുറേ നേരം ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കണേ. ഒരു രസമില്ല. അല്ല, ഞാൻ എൻ്റെ താറ് മോഡിഫൈ ആക്കി. പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ സൂപ്പർ കാറ് സൂപ്പർ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ എൻ്റെ താറിൻ്റെ ടയറൊക്കെ കുറച്ച് നമ്പർ പ്ലേറ്റൊക്കെ മാറ്റി. കാരണം ഇങ്ങനെ എംബീഡി പിടിച്ചാൽ തീരും ഗൈസ്. അപ്പോൾ ഇതൊന്ന് മോഡിഫൈ ഉള്ളതിൽ ഞാൻ നേരെ രോഹിത്തിൻ്റെ കടയ്ക്ക് പോകാൻ ചോദിച്ചു. കാരണം രോഹിത്തിൻ്റെ കടയിൽ നല്ല ഡിസ്കൗണ്ടും തരും, നല്ല ഓഫറായിട്ടും തരും. പിന്നെ ഓൻ വല്ല പണിയും നമുക്ക് ഒപ്പിച്ചും തരും. ഇപ്പോൾ വർക്ക് വല്ല പണി ഞാൻ ഇപ്പോൾ ഓനോട് വല്ല പണിയും ചോദിക്കണം, വല്ലതും തരുമെന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ രോഹിത്തിൻ്റെ കടയിൽ എത്താറായിട്ടുണ്ട്. ഓൻ്റെ കട പിന്നെ വില്ലേജ് തന്നെയാണ്, ഓൻ്റെ വീടാണ് ഓൻ്റെ കട. ഇത് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നൈസായിട്ട് പിന്നെ ഇവിടെ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നു. ഈ സൈക്കിൾ എന്താ ഗിയറുള്ള സൈക്കിളാ? ഏതെന്താ ഗിയറൊക്കെ ഈ സൈക്കിളിൽ? ഞാൻ അതുവരെ ഇങ്ങനത്തെ സൈക്കിൾ കണ്ടില്ല കേട്ടാ. അന്ന് ഇങ്ങനത്തെ സൈക്കിള് രോഹിത്തിനെ കാണില്ലല്ലോ. രോഹിത്തേ ആടാ, ഞാൻ അവിടെ ഉണ്ട്. അലറണ്ട. ഈ എന്തിനപ്പം ഇങ്ങോട്ട് വന്നേ? ഈ സൂപ്പർ മോഡിഫൈ ചെയ്യാനാ? ആടാ, ഈ സൂപ്പറിന്ന് നന്നായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് നന്ന കിഡിലോസ്കി ആയിട്ട് തരുമോ സൂപ്പർ മോഡിഫൈ ചെയ്തിട്ട്? ആടാ, പിന്നെ അന്നെ എംവിഡി പിടിച്ച് ഓർമ്മയില്ല. എപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണണേ എംവിഡി പിടിച്ച ശേഷം? ആ താറ് എന്തായി കാട്ടിയത്? അതിന്റെ വീലൊക്കെ ശരിയാക്കിയാ? ആടാ, ഞാൻ ആ വില്ലേജിൽ നിന്ന് തന്നെ വീലൊക്കെ ചെറുതാക്കി. നീ ഇപ്പോ എന്തിനാ മോഡിഫൈ ചെയ്യാവുന്നതാ? ഞാൻ നന്നായിട്ടാണ് മോഡിഫൈ ചെയ്തരാട്ടാ. എടാ, പിന്നെ ഇവിടെ റാം റേസ് അങ്ങനത്തെ വല്ല നടക്കുന്നുണ്ടോ? എനിക്ക് അങ്ങോട്ട് പോകാനാണ്. വെറുതെ ചോദ്യം കുത്തിയിരിക്കുക വീട്ടിൽ. ആടാ, സൈക്കിൾ മെഗാ റാം റേസ് നടക്കുന്നുണ്ട്. ഈ ഇതുവരെ അറിഞ്ഞില്ല? അത് നടക്കുന്നുണ്ട്. അതിൽ ജയിച്ചവർക്ക് ഗോൾഡൻ സൈക്കിളാ. അത് വിറ്റ എത്ര പൈസ കിട്ടും? നല്ല കിട്ടും പൈസ. കോടി, ഒരു 50-100 കോടിന്റെ മുകളിൽ കിട്ടുന്നുണ്ടാവും. അങ്ങനത്തെ റേസ്. പക്ഷെ എൻ്റെ കയ്യിൽ സൈക്കിളില്ലടാ. ഞാൻ ഇപ്പം എന്താ ചെയ്യാ? അല്ലടാ, പിന്നെന്തിനാ ഇന്റെ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിരിക്കണേ? ഈ സൈക്കിൾ മോഡിഫൈഡ് സൈക്കിളാടാ. ഞാൻ അതിൽ ഗിയർ എല്ലാം ഈ സൈക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രോഹിത്ത് അവൻ്റെ സൈക്കിളിലേക്ക് ഇപ്പം തന്നിട്ടുണ്ട്. ഈ ഗിയറുണ്ട്. എന്താ ഇതിൽ പെട്രോളാട്ടോ ഈ സൈക്കിളിന് വേണ്ടേ? കാറ്റൊന്നും അടിക്കണ്ട. അങ്ങനെ ഞാൻ സാധനം റാം റേസ് അടക്കണ സ്ഥലത്ത് ഇപ്പം എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നല്ല മെഗാ റാം റേസാണ് ഇവിടെ നടക്കണത്. ഇവിടെ ആളെയൊന്നും കാണാനില്ല. ഇതാണ് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇനിയും കൂട്ടി 3 പേര്. പിന്നെ ആ ഗോൾഡൻ കളർ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല വലുത്, നല്ല നീളമുണ്ട്. എന്തായാലും സൈക്കിളിൽ ഇങ്ങോട്ട് എത്താൻ പറ്റുമോ അറിയില്ല. എന്തായാലും സൈക്കിളായതുകൊണ്ട് ചിലപ്പോൾ സ്ലിപ്പാകാൻ നല്ല സാധ്യത ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയും കൂടി ഇന്നലെ പെയ്തിരുന്നു. അപ്പോൾ സ്ലിപ്പാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇനി നേരെ ഞാൻ കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇതിനി ആകുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ റേസ് തുടങ്ങുമ്പോഴേക്കും. അങ്ങനെ റേസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഏട്ടനാണ്. ഈ ഏട്ടൻ നല്ല ഇതിലങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഏട്ടൻ ജയിച്ചാൽ നമ്മൾ 3G ആവുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തോറ്റാൽ മതി. ആ ഏട്ടൻ എന്ത് ജസ്റ്റ് മിസ്സിനാ രക്ഷപ്പെട്ടെന്നറിയോ? ആ വീൽ ഏട്ടൻ വീണിട്ടുണ്ട്. ആള് ചാവുമോ? തീർന്ന പോയി. ആള് തീർന്ന് ആള് വടിയായിക്കണേ. ആള് വടിയായി. രണ്ടാമത് വേറെ ഏട്ടനുണ്ട്. ആ ഏട്ടനും ചാടുന്നുണ്ട്. ഇത് ഏട്ടനൊന്നല്ല, ഇത് ഏതാ ചെക്കനാണ്. കണ്ണാട ഇട്ടിട്ട് സ്കൂളിലേക്ക് പോയെന്നാ പഠിപ്പേന്ന് തോന്നുന്നു. പഠിപ്പി എന്തിനാ വളച്ചത്? ആ സൈക്കിൾ തെറിച്ചുകൊണ്ട് കൂടുതൽ പേരും തോക്കുന്നത് സൈക്കിൾ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ടാവുന്നു. ആ വഴുക്കൽ കൊണ്ടാണ് ഇപ്പം ഇത്രയും പേര് ഇപ്പം തോക്കണത്. ഇപ്പോൾ ഉരുണ്ട് ആളും വടിയായിട്ടുണ്ട്. അടുത്തത് ഞാൻ തന്നെയാണ്. ഞാൻ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും ആലോചിച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ പോണേ. ഹെൽമെറ്റൊക്കെ എടുത്തേക്കാം. വണ്ടിയിൽ ഹെൽമെറ്റൊക്കെ കാണണ്ടി ചത്തു ഉണ്ടെങ്കിൽ
ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്, മെല്ലെ മെല്ലെ സ്മൂത്തായിട്ട് പോവുക. ഇതെന്താ ഇപ്പം ഉണ്ടായത്? ഈ വണ്ടിയിലൊന്നും ഇമ്മാതിരി സ്പീഡ്, ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. ആ ചക്ക മോഡിഫൈ ചെയ്തിട്ട് ബ്രേക്കിന് പകരം ഗിയർ എടുത്ത് വെച്ചിക്കണെന്ന് തോന്നണേ. ബ്രേക്കും ഇല്ലല്ലോ, എന്താ ചെയ്യാൻ? വണ്ടിക്കാണെങ്കിൽ അയ്യാ ഇതാ പോണു വണ്ടി. ഹായ് ബായ് വണ്ടി. അയ്യോ ചത്ത. ഹെൽമെറ്റ് ഉണ്ട്, പേടിക്കണ്ട. അയ്യോ ഞാൻ ചത്ത. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അന്ന് പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വേണ്ടി കുഴപ്പമില്ല. പിന്നെ ആ ഗോൾഡ് എനിക്ക് തന്നെ കിട്ടി, കാരണം ഞാനാണ് ഫസ്റ്റ്. ഇവരെല്ലാവരും മുമ്പിൽ ഞാൻ വന്ന് വീണത്, അപ്പം എനിക്കാണ് ഫസ്റ്റ്. ഇനി നേരെ നമുക്ക് നമ്മുടെ സുപ്ര എടുക്കാൻ പോവാം, മോഡിഫൈ ചെയ്ത സുപ്ര. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സൈക്കിൾ വിൽക്കുകയും ചെയ്ത് എനിക്ക്, എന്നിട്ട് നല്ല പൈസയും കിട്ടി. എടാ വണ്ടി വണ്ടി എന്താ രസം വണ്ടീനെ കാണാൻ. ആടാ ഞാൻ പണ്ട് UAയിലൊക്കെ ഞാൻ മോഡിഫൈ ചെയ്ത് നടക്കലായിരുന്നു നിന്റെ പണി. അതാണ് അത്രയ്ക്കും ഫിനിഷിങ് എൻ്റെ മോഡിഫൈന്. ആ വീലും കളറൊക്കെ എന്താ രസം കാണാൻ. ദൈവമേ. എടാ പൈസ എത്ര? പൈസ കണ്ടാ നമ്മള് ഫ്രണ്ട്സ് അല്ലേ, എന്തിനൊക്കെ പൈസ. പിന്നെ നമുക്ക് റേസിനോട് എത്ര പൈസ കിട്ടിയത്? അത് 500 കോടി.